സ്വർണ്ണവില റെക്കോർഡ് തിരുത്തിയെഴുതും. വിചാരിച്ചതിലും വേഗത്തിൽ തന്നെ. അവലോകനം ഇങ്ങനെ: ഇറാന് യുദ്ധം ആരംഭിച്ചതിനുശേഷം സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. $5,500 മുകളിലുള്ള ഉയർന്ന വിലയിൽ നിന്ന് ഔൺസിന് ഏകദേശം $4,600 കുറഞ്ഞു. സ്വർണ്ണത്തിന്റെ ദീർഘകാല പാതയിലെ മാറ്റത്തെക്കാൾ മാക്രോ പശ്ചാത്തലത്തിലെ ശക്തമായ മാറ്റമാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നത്. ഊർജ്ജ വിപണികളാണ് നിലവിലെ വില നടപടികളെ നയിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ എണ്ണയും വാതകവും കുതിച്ചുയരാന് കാരണമായി. പണപ്പെരുപ്പ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുകയും നിരക്ക് കുറക്കല് സമയം പുനഃപരിശോധിക്കാന് വിപണികളെ നിർബന്ധിതരാക്കുകയും ചെയ്തു. ദീർഘകാലത്തേക്ക് ഉയർന്ന നിരക്കുകൾ സ്വർണം കൈവശം വെക്കുന്നതിനുള്ള അവസര ചെലവ് വർദ്ധിപ്പിക്കുകയും ഈ വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തു. റഷ്യയുടെ ഉക്രൈന് അധിനിവേശത്തിനുശേഷം 2022-ലും സമാനമായ ഒരു രീതി പ്രകടമായി. ഊർജ്ജ വിലകൾ കുതിച്ചുയർന്നു, പണപ്പെരുപ്പം ത്വരിതപ്പെട്ടു, സ്വർണം ഒരു നീണ്ട ഇടിവിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഒക്ടോബർ മുതൽ തുടർച്ചയായി 7 മാസത്തേക്ക് വിലകൾ കുറഞ്ഞു. ഇത് റെക്കോർഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ നഷ്ടമാണ്. അതേ ശക്തികൾ വീണ്ടും പ്രവർത്തനത്തിലായി. ഉപരിതലത്തിന് താഴെ സ്വർണ്ണ ആവശ്യകതയുടെ ഘടനാപരമായ പ്രേരകശക്തികൾ കൂടുതൽ ശക്തിപ്പെട്ടു. പതിറ്റാണ്ടുകളിൽ കാണാത്ത വേഗതയിലാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങുന്നത്. തുടർച്ചയായ 3 വർഷത്തേക്ക് വാർഷിക വാങ്ങലുകൾ 1000 ടൺ കവിഞ്ഞു. 2025-ൽ ഏകദേശം 1045 ടൺ ഉൾപ്പെടെ. 1960-കൾക്ക് ശേഷമുള്ള പരമാധികാര ശേഖരണത്തിന്റെ ഏറ്റവും ശക്തമായ കാലഘട്ടങ്ങളിലൊന്നാണിത്. ചൈന കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നത് തുടരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും ആക്രമണാത്മകമായി വാങ്ങുന്നവരിൽ ഒരാളായി പോളണ്ട് ഉയർന്നുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 20-ലധികം കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു. വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകളാണ് ഈ പ്രവണതയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാജ്യങ്ങളുടെ കരുതൽ തന്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു. 2022-ൽ റഷ്യയുടെ വിദേശ കരുതൽ ശേഖരം മരവിപ്പിച്ചത് കേന്ദ്ര ബാങ്കുകളിലുടനീളം കറൻസി എക്സ്പോഷർ പുനർനിർണ്ണയിക്കാന് നിർബന്ധിതരാക്കി. സ്വർണ്ണത്തിന് എതിർക്ഷി അപകടസാധ്യതയോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ കരുതൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു പ്രധാന ഘടകമായി സ്വർണം മാറിയിരിക്കുന്നു. വിഹിത തീരുമാനങ്ങളിലൂടെ ഡോളറൈസേഷന് പുരോഗമിക്കുന്നു. ഡോളർ പ്രബലമായി തുടരുന്നു. എന്നിട്ടും ആഗോള കരുതൽ ശേഖരത്തിൽ അതിന്റെ വിഹിതം താഴ്ന്നുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണത്തിന്റെ വിഹിതം അതിനൊപ്പം ഉയരുകയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വർണം കരുതൽ ശേഖരത്തിന്റെ വലിയൊരു പങ്ക് ഉണ്ടാക്കുമെന്ന് സർവേ ഡാറ്റ കാണിക്കുന്നു. സെൻട്രൽ ബാങ്കുകൾ ശേഖരിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്യുന്നു. ലഭ്യമായ വിതരണം കർശനമാക്കുകയും ദീർഘകാല വില പിന്തുണ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനൊപ്പം സ്ഥാപനപരവും സ്വകാര്യവുമായ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 വരെ കേന്ദ്ര ബാങ്കിന്റെയും നിക്ഷേപകരുടെയും സംയുക്ത ആവശ്യം ഒരു പാദത്തിലെ ശരാശരി 585 ടൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂലധനം പുനഃപ്രവേശനത്തിന് സാധ്യതയുണ്ട്. നിലവിലെ പിൻവാങ്ങല് പണപ്പെരുപ്പ പ്രതീക്ഷകളുമായും ഊർജ്ജ വിപണികളെ നയിക്കുന്ന നിരക്ക് പുനർനിർണ്ണയവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യങ്ങളിലെ മാറ്റം ഹ്രസ്വകാല വീക്ഷണത്തെ വേഗത്തിൽ മാറ്റുന്നു. സമീപ മാസങ്ങളിൽ സ്വർണം ഇതിനകം $5,000 മുകളിൽ വ്യാപാരം നടത്തിയിട്ടുണ്ട്. ഊഹക്കച്ചവട പ്രവാഹങ്ങളെക്കാൾ സ്ഥിരമായ ഡിമാൻഡ് ഇതിന് പിന്തുണ നൽകി. സമീപകാലത്തെ വിൽപ്പന കാരണം സ്ഥാനനിർണ്ണയം തടസ്സപ്പെട്ടു. മാക്രോ സാഹചര്യങ്ങൾ സ്ഥിരത കൈവരിക്കുമ്പോൾ റീ എൻട്രി നിർണായകമാകാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വർധനവ് കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ ഊർജ്ജ വിപണികളിലെ സമ്മർദ്ദം കുറയ്ക്കുകയും പണപ്പെരുപ്പ പ്രതീക്ഷകൾ കുറയ്ക്കുകയും നിരക്ക് വെട്ടിക്കുറവുകൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. ആ സംയോജനം സ്വർണ്ണത്തിൽ പുതുക്കിയ ആക്കം കൂട്ടുന്നു. സമീപകാലത്ത് പുതിയ എക്കാലത്തെയും ഉയർന്ന നിരക്കുകൾ കൈവരിക്കാനാകും. സ്ഥിരമായ സെൻട്രൽ ബാങ്ക് ശേഖരണം, ഡോളറിൽ നിന്ന് ക്രമേണയുള്ള കരുതൽ ശേഖരണം, സ്ഥിരമായ ഭൗമരാഷ്ട്രീയ അപകടസാധ്യത എന്നിവ ഡിമാൻഡിനെ ശക്തിപ്പെടുത്തുന്നു. നീക്കത്തിന്റെ അടുത്ത ഘട്ടം വേഗത്തിലുള്ളതും വലിയ തോതിൽ മൂലധന തിരിച്ചുവരവ് മൂലമുണ്ടാകുന്നതുമായിരിക്കാനാണ് സാധ്യത.